തിരുപ്പിറവി സ്മരണയിൽ ക്രിസ്മസിനെ വരവേറ്റ് വിശ്വാസികൾ വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ദിവ്യബലി അർപ്പിച്ച് ലിയോ 14 മാർപ്പാപ്പ. ദരിദ്രരെയും അപരിചിതരെയും കൈവിടരുതെന്ന് മാർപ്പാപ്പയുടെ ക്രിസ്മസ് സന്ദേശം. തിരുപ്പിറവിയുടെ സ്നേഹ സന്ദേശമുണർത്തി സംസ്ഥാനത്തും വിപുലമായ ക്രിസ്മസ് ആഘോഷം. പാതിരാ കുർബാനയിൽ പങ്കെടുത്ത വിശ്വാസികൾ രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മാർ ക്ലിമിസ് കാത്തോലിക്ക ബാവ. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് തോമസ് ഡി നെറ്റോ. സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി ക്രൈസ്തവർ നേരിടുന്ന ആക്രമണങ്ങളെ വിമർശിച്ച് തൃശൂർ കോർപ്പറേഷൻ കോൺഗ്രസ് കൗൺസിലർ. ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിയാത്ത സ്ഥിതിയെന്ന് ബൈജു വർഗീസ്. കൗൺസിലർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രിയുടെ മറുപടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിയെ ചോദ്യം ചെയ്ത് SIT. ചെന്നൈയിൽ ചോദ്യം ചെയ്യൽ നീണ്ടത് 2 മണിക്കൂർ. സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 2ാം ഘട്ട നടപടിക്രമങ്ങൾ സജീവമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് പട്ടികയിന്മേലുള്ള പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിച്ചു തുടങ്ങി. പത്തനംതിട്ട പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. കോളേജിലെ ഗണിതശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് നിർമ്മിച്ച സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാർ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S സുരേഷ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് പനയാലിൽ സ്വർണം ആവശ്യപ്പെട്ട് യുവതിയെ മാനസികമായി പീഡിപ്പിച്ചതായി പരാതി. C സുനിൽകുമാറിന്റെ ഭാര്യ സന്ധ്യയുടെ പരാതിയിൽ കാസർഗോഡ് വനിതാ പോലീസ് കേസെടുത്തു. 13 ആളുടെ ഉയരത്തിൽ ഭീമൻ ക്രിസ്മസ് നക്ഷത്രം ഒരുക്കി കാസർഗോഡ് വെള്ളരിക്കുണ്ട് മാലോത്ത് നിവാസികൾ. മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിന് മുന്നിലാണ് കൂറ്റൻ നക്ഷത്രം സ്ഥാപിച്ചത്. മലപ്പുറം വളാഞ്ചേരി എടയൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റ 3 പേരെയും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം കോതമംഗലത്ത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കിണറിൽ വീണ പോത്തിനെ കോതമംഗലം ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ചേലോട് സ്വദേശി ബേബിയുടെ പുരയിടത്തിലെ കിണറിലാണ് പോത്ത് വീണത്. കാസർഗോഡ് ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയ വ്യക്തിയെ ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തി. രാവണേശ്വരം സ്വദേശി രാജനാണ് മരിച്ചത്. കണ്ണൂർ ആമ്പലാട് സഹൃദയ കലാകായിക സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. മദർ സിസ്റ്റർ ലിസ് മരിയ ക്രിസ്മസ് സന്ദേശം നൽകി. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് 28ാം കണ്ണൂർ ജില്ലാ സമ്മേളനം കൂത്തുപറമ്പിൽ നടന്നു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജൂനിയർ റെഡ് ക്രോസ് പയ്യന്നൂർ ഉപജില്ല തായ്നേരി പുഴയോരത്ത് നാട്ടുബച്ച എന്ന പേരിൽ ജൈവ വൈവിധ്യ സംരക്ഷണ പരിപാടി സംഘടിപ്പിച്ചു. JRC ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തേടത്ത് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് കളഞ്ഞുകിട്ടിയ സ്വർണ്ണ ബ്രേസ്ലെറ്റ് ഉടമയ്ക്ക് കൈമാറി. മാഹി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ശിവേലിക്കിടയിൽ കളഞ്ഞുകിട്ടിയ 1.5 പവന്റെ സ്വർണ്ണ ബ്രേസ്ലെറ്റാണ് ക്ഷേത്ര ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ കൈമാറിയത്. പുതുവർഷത്തിൽ ആരോഗ്യവകുപ്പ് ആരോഗ്യമാനന്ദം വെബ് ഫോർ വെൽനസ് എന്ന ക്യാമ്പയിൻ തുടങ്ങുമെന്ന് മന്ത്രി വീണ ജോർജ്. വെബ് ഫോർ വെൽനസ് പ്രവർത്തനങ്ങൾക്ക് 4 പ്രധാന ഘടകങ്ങളും ഉണ്ടാകും. കോഴിക്കോട് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരായ അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിനായി ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വനിതാ ശിശു വികസന വകുപ്പ്, ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ഡിസ്ട്രിക്ട് സങ്കൽപ് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ, ഫാറൂഖ് ട്രെയിനിംഗ് കോളേജ്, പ്രൊവിഡൻസ് വിമൻസ് കോളേജ്, NSS എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് തൊഴിൽ രംഗത്തെ സ്ത്രീ പങ്കാളിത്തം 50% വർദ്ധിപ്പിക്കുന്നതിന് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഉയരെ ക്യാമ്പയിന്റെ ഭാഗമായ ജില്ലാതല പരിശീലനത്തിന് തുടക്കമായി. കോഴിക്കോട് ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് 5ാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മാരത്തോൺ മത്സരം ഡിസംബർ 28-ന് നടക്കും. രാവിലെ 6-ന് ചാലിയം ഓഷ്യാനസ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന മാരത്തോൺ 13 കിലോമീറ്റർ പിന്നിട്ട് ബേപ്പൂർ മരീന ബീച്ചിൽ അവസാനിക്കും. കണ്ണൂർ ആളനം ഫാമിൽ വീടിന് സമീപം കാട്ടാനെത്തി. ബ്ലോക്ക് 10-ലെ സത്യന്റെ വീട്ടിലാണ് ആനയെത്തിയത്. കുടുംബം പൂജ നടത്തുന്ന സ്ഥാനം തകർത്ത ആന സമീപത്തെ തെങ്ങും നശിപ്പിച്ചു.
എറണാകുളം ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ അവകാശികളില്ലാതെ ശേഷിക്കുന്നത് 307.69 കോടി രൂപയുടെ നിക്ഷേപം. 10 വർഷത്തിലേറെയായി ഒരു ഇടപാട് പോലും നടക്കാത്ത അക്കൗണ്ടുകൾ ഉടമയ്ക്കോ അവകാശികൾക്കോ തിരിച്ചു നൽകാനായി നടത്തുന്ന പരിപാടിയുടെ ഭാഗമായ പ്രത്യേക ക്യാമ്പ് എറണാകുളത്ത് ഈ മാസം 29-ന് സംഘടിപ്പിക്കും. കണ്ണൂർ മാങ്ങാട്ടുപറമ്പ KAP ബറ്റാലിയൻ കമാൻഡന്റ് A. ശ്രീനിവാസൻ അന്തരിച്ചു. സ്ട്രോക്കിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കോഴിക്കോട് വടകര ദേശീയപാതയിൽ പാലോളി പാലത്ത് ബൈക്ക് യാത്രികന്റെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് RTO റദ്ദാക്കി. മലപ്പുറം വണ്ടൂരിൽ വനിതാ സംരംഭകർക്ക് വിപണി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കേക്ക് ഫെസ്റ്റും ഫാഷൻ ഷോയും സംഘടിപ്പിച്ച് കുടുംബശ്രീ. കൊച്ചുകുട്ടികളെയും വീട്ടമ്മമാരെയും ഉൾപ്പെടുത്തി റാംബാക്കും രുചി വൈവിധ്യം പരിചയപ്പെടുത്തിയുള്ള കേക്ക് ഫെസ്റ്റിവലിൽ നിരവധി പേർ പങ്കാളികളായി. മലപ്പുറം വണ്ടൂർ VMC ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979-80 SSLC ബാച്ച് ക്രിസ്മസ് പുതുവത്സര സംഗമം സംഘടിപ്പിച്ചു. കുടുംബസമേതം എത്തിയ 85ഓളം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. ഉപഭോക്തൃ ചൂഷണം കൂടി വരുന്നതിനാൽ ഉപഭോക്തൃ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് P. ഉബൈദുള്ള MLA. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ദേശീയ ഉപഭോക്തൃ ദിന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP തമിഴ്നാട് മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ തൃശൂർ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ സന്ദർശിച്ചു. CBCI ദേശീയ അധ്യക്ഷനായ ആൻഡ്രൂസ് താഴത്തിനെ നേരിൽ കണ്ട അണ്ണാമല ക്രിസ്മസ് ആശംസകൾ നേർന്നു. തൃശൂരിലെ ഫ്ളാറ്റ് കൊലപാതക കേസിലെ പ്രതിയും മുൻ യൂത്ത് കോൺഗ്രസ് നേതാവുമായ കൊടകര റഷീദ് ബലാത്സംഗ കേസിൽ പിടിയിൽ. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 5ാം പതിപ്പിന്റെ പ്രചരണാർത്ഥം ബീച്ച് വോളിബോൾ മത്സരം സംഘടിപ്പിച്ചു. എറണാകുളത്ത് 42ാമത് കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഫ്ലവർ ഷോ മറൈൻ ഡ്രൈവ് മൈതാനത്ത് കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. എറണാകുളം നായരമ്പലം മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിലെ 27ാമത് ഊട്ടുതിരുനാൾ ജനുവരി 2-ന് നടക്കും. 12,000 നേർച്ച പായസ കുപ്പികൾ തയ്യാറാക്കും. എറണാകുളത്ത് വധശ്രമ കേസ് പ്രതിയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. മൂക്കന്നൂർ സ്വദേശി സെബി വർഗീസിനെയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. കോഴിക്കോട് കുറ്റ്യാടി നാദാപുരം വടകര നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ് പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. സർക്കാർ ജീവനക്കാർക്കായുള്ള മെഡിസെപ് പദ്ധതിയുടെ പ്രീമിയം വർദ്ധിപ്പിച്ചതിൽ വ്യക്തത വേണമെന്ന് ജോയിന്റ് കൗൺസിൽ. ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് GST പൂർണ്ണമായും ഒഴിവാക്കിയിട്ടും മെഡിസെപ്പിൽ ഇതുണ്ടായില്ല. കേരള സർവകലാശാലയിൽ പുതിയ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചതിൽ പരാതിയുമായി BJP സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ. രജിസ്ട്രാർ ചുമതല ഇടയ്ക്കിടെ മാറ്റി നൽകുന്നത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കും. 39ാമത് ദക്ഷിണ മേഖല അന്തർ സർവകലാശാല കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ കേരള സർവകലാശാല ടീമിന് സ്വീകരണം നൽകി. പരിപാടിയിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ, സിൻഡിക്കേറ്റ് സർവകലാശാല യൂണിയൻ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. എറണാകുളം കാലടി മറ്റൂരിൽ താമസിക്കുന്ന ക്ഷീരകർഷകനായ ഏലിയാസിന്റെ 7 മാസം ഗർഭിണിയായ പശുവിനെ കാണാനില്ല എന്ന് പരാതി. ക്രിസ്മസിനെ ആഘോഷത്തിന്റെ ജർമ്മനിയിലെ ഫുട്ബോൾ ആരാധകരുടെ കരോൾ ഗാനം ശ്രദ്ധേയമാകുന്നു. ജർമ്മൻ ലീഗിലെ ക്ലബായ യൂണിയൻ ബെർലിൻ ആരാധകരാണ് ഗ്യാലറിയാകെ മൊബൈൽ ഫ്ലാഷ് തെളിയിച്ച് കരോൾ ഗാനം ആലപിച്ചത്. AFC കപ്പിൽ കുതിർപ്പ് തുടർന്ന് അൽ നസർ ഇറാഖ് ക്ലബിനെ 1-നെതിരെ 5 ഗോളുകൾക്ക് മറികടന്നു. ബോക്സിംഗ് ഡേ ടെസ്റ്റിനൊരുങ്ങി ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. ആഷസ് പരമ്പര സ്വന്തമാക്കിയ ഓസീസ് മെൽബണിൽ ജയം തുടരാമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയ വഴിയിൽ തിരിച്ചെത്താൻ ഒരുങ്ങുന്ന ചെൽസിക്ക് ആശ്വാസം. മധ്യനിര താരം കോൾ പാൾമർ മുഴുവൻ സമയവും കളിക്കുമെന്ന് പരിശീലകൻ എൻസോ മാരെസ്ക അറിയിച്ചു. ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ ക്യാച്ച് എടുക്കുന്ന താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി കേരള താരം വിഘ്നേഷ് പുത്തൂർ. വിജയ് ഹസാരെ ട്രോഫിയിൽ ത്രിപുരയ്ക്കെതിരെ വിഘ്നേഷ് 6 ക്യാച്ചുകളാണ് എടുത്തത്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അതിവേഗം 16,000 റൺസിലെത്തുന്ന താരമായി സൂപ്പർ താരം വിരാട് കോഹ്ലി. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിനെയാണ് കോഹ്ലി മറികടന്നത്. പോക്സോ കേസിൽ ആഭ്യന്തര താരം യാഷ് ദയാൽ നൽകിയ ജാമ്യാപേക്ഷ ജയ്പൂർ കോടതി തള്ളി. കേസ് കെട്ടിച്ചമച്ചതാണെന്ന യാഷ് ദയാലിന്റെ വാദമാണ് ജയ്പൂർ മെട്രോപൊളിറ്റൻ കോടതി തള്ളിയത്.
ഡൽഹിയിൽ വായു ഗുണനിലവാരം മെച്ചപ്പെട്ടതിന് പിന്നാലെ ഗ്രാബ് 4 മാനദണ്ഡങ്ങൾ എടുത്തുകളഞ്ഞ ഡൽഹി സർക്കാർ കർശന മാനദണ്ഡങ്ങൾ പുറത്തിറക്കി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇളവ് വരുത്തുന്നത്. ഉന്നാവോ കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ CBI സുപ്രീം കോടതിയിലേക്ക്. സോണിയാഗാന്ധിയെയും രാഹുലിനെയും നേരിൽ കണ്ട അതിജീവിത. ഗുജറാത്തിലെ സൂറത്തിൽ നടുറോഡിൽ മകന്റെ ജന്മദിനം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് വ്യവസായി. സാമ്പത്തിക തിരിമറി കേസിനെ തുടർന്ന് രാജ്യം വിട്ട വിജയ് മല്യ ഇന്ത്യയിലേക്ക് തിരികെ എത്തണമെന്ന് ബോംബെ ഹൈക്കോടതി. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയ ഡൽഹി ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി പ്രൊഫസർ വീരേന്ദ്ര ബാലാജി ഷഹരയ്ക്ക് സസ്പെൻഷൻ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളായ RSS സമര നേതാക്കളുടെ പേര് പറയാൻ RSS മേധാവി മോഹൻ ഭഗവതിനെ വെല്ലുവിളിച്ച് കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെ. ബംഗളൂരുവിൽ 21-കാരിക്ക് ക്രൂരമർദ്ദനം. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയുമായി പരിചയമുള്ള നവീൻ കുമാർ എന്നയാളാണ് ആക്രമണം നടത്തിയത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിയ 20 വർഷത്തെ കുടുംബ പോരിന് അന്ത്യം. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും NSS നേതാവ് രാജ് താക്കറെയും പുതിയ രാഷ്ട്രീയ സഖ്യം പ്രഖ്യാപിച്ചു. ഇന്ത്യയെ പരോക്ഷമായി പരിഹസിച്ച് വ്യവസായി ലളിത് മോദി. ഇന്ത്യയുടെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളികളെന്ന് സ്വയം വിശേഷിപ്പിച്ചാണ് ലളിത് മോദിയുടെ പരിഹാസം. മുംബൈയിൽ ട്രെയിൻ യാത്രയ്ക്കിടെ 25-കാരന് ഹൃദയാഘാതം വന്ന് ദാരുണാന്ത്യം. ചെമ്പൂർ പൻവേൽ യാത്രയ്ക്കിടെയാണ് ഹർഷ് പട്ടേൽ എന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചത്. അൽഹിന്ദ് എയർ, ഫ്ലൈ എക്സ്പ്രസ് എന്നീ പുതിയ വിമാന കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. ആഭ്യന്തര വ്യോമയാന മേഖലയിൽ ചില വിമാന കമ്പനികളുടെ ആധിപത്യം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ബംഗ്ലാദേശിലെ മോഗ് ബസാറിൽ സ്ഫോടക വസ്തു എറിഞ്ഞ് ഒരാളെ കൊലപ്പെടുത്തി. രാജ്യത്ത് കലാപം രൂക്ഷമാകുന്നതിനിടെയാണ് വീണ്ടും കൊലപാതകം. നൈജീരിയ മൈദൂരിയിലെ മുസ്ലിം പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ 7 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർക്ക് പരിക്ക്. കംബോഡിയ ക്ഷേത്രത്തിലെ പ്രതിമ തകർത്ത തായ് സൈന്യത്തെ വിമർശിച്ച് ഇന്ത്യ. ലോകമെമ്പാടുമുള്ള ഭക്തരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന സംഭവമെന്ന് വിമർശനം. ദക്ഷിണാഫ്രിക്കയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ കൂട്ടവെടിവെപ്പിൽ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തു. യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള 20-ദിന സമാധാന പദ്ധതിയുടെ കരട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പുറത്തിറക്കി. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 1 ദശലക്ഷത്തിലധികം രേഖകൾ കൂടി കണ്ടെത്തിയതായി US അധികൃതർ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും BNP അധ്യക്ഷയുമായ ഖാലിദ സിയയുടെ മകനും BNP ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ ഇന്ന് ബംഗ്ലാദേശിലെത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ഐസ് തീം പാർക്കായ ചൈനയിലെ ഹാർബിൻ ഐസ് ആൻഡ് സ്നോ വേൾഡ് സന്ദർശകർക്കായി തുറന്നു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ പാക് ഇന്റർനാഷണൽ എയർലൈൻസ് സ്വകാര്യ കമ്പനി ഏറ്റെടുത്തു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം വഷളാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെതിരെ കൊല്ലപ്പെട്ട ഇൻകുലാബ് മഞ്ചോ നേതാവ് ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ. ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളെ തകർക്കാൻ റഷ്യ ബഹിരാകാശത്ത് ആയുധമൊരുക്കിയെന്ന് നാസയുടെ റിപ്പോർട്ട്. നിരോധിത നാസി ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചതിന് ബ്രിട്ടീഷ് പൗരന്റെ വിസ റദ്ദാക്കി ഓസ്ട്രേലിയ. ക്വീൻസ് ലാൻഡിൽ താമസിക്കുന്ന 43-കാരനായ ബ്രിട്ടീഷ് പൗരനെതിരാണ് നടപടി. വെനസ്വേലൻ തീരത്ത് നിന്ന് പിടിച്ചെടുത്ത ടാങ്കറുകളിലെയും കപ്പലുകളിലെയും അസംസ്കൃത എണ്ണ വിൽക്കുമെന്ന സൂചനയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബോണ്ടി ജൂത കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ പുതിയ തോക്ക് കൈവശം വയ്ക്കൽ നിയമം പാസാക്കി ഓസ്ട്രേലിയ. ഇതുപ്രകാരം ഒരു വ്യക്തിക്ക് കൈവശം വയ്ക്കാവുന്ന തോക്കുകളുടെ എണ്ണം 4 പരിമിതപ്പെടുത്തി. ശ്രീലങ്കയ്ക്ക് $450 മില്യൺ സഹായം വാഗ്ദാനം ചെയ്ത ഇന്ത്യ. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ശ്രീലങ്കൻ പ്രധാനമന്ത്രി അനുരാഗ് കുമാര ദിസനായകയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. വമ്പൻ മാറ്റങ്ങളുമായി പുതിയ ബ്രസ 2026 വരുന്നു. ADAS സുരക്ഷാ ഫീച്ചറുകൾ, കൂടുതൽ ബൂട്ട് സ്പേസ് ഉള്ള CNG വേരിയന്റ്, ചെറിയ ഡിസൈൻ മാറ്റങ്ങൾ എന്നിവയാണ് പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ. അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളുമായി പുതിയ കിയ സെൽറ്റോസ് വരുന്നു. പുതിയ ഡിസൈൻ, പനോരമിക് ഡിസ്പ്ലേ, ലെവൽ 2 ADAS പോലുള്ള പ്രീമിയം ഫീച്ചറുകളാണ് പുതിയ മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ്രോയിഡ്
ആൻഡ്രോയിഡിൽ ഗൂഗിൾ അസിസ്റ്റന്റിനു പകരം AI ടൂളായ ജെമിനി എത്തുന്നു. 2026 മുതലാകും പുതിയ മാറ്റം നിലവിൽ വരിക. 2025 ഇന്ത്യക്കാരുടെ ഓൺലൈൻ ഫുഡ് ഓർഡറുകളിൽ മേധാവിത്വം ബിരിയാണിക്കും ബർഗറുകൾക്കുമെന്ന് സ്വിഗ്ഗി ട്രെൻഡ് റിപ്പോർട്ട്. ക്രിസ്മസിന് വ്യത്യസ്ത ആശയമായി എമിറേറ്റ്സ് എയർലൈൻസ് നാൻഡയുടെ സാരഥിയായ റൂഡോൾഫ് എന്ന റെയിൻഡിയറിനെ പോലെ ചുവന്ന മൂക്കും ക്രിസ്മസ് തോരണങ്ങളും അണിഞ്ഞ കൂറ്റൻ വിമാനം. ശക്തമായ മഴയെ തുടർന്ന് UAE-യിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായ ജബർ ജെയ്സ് താൽക്കാലികമായി അടച്ചു. UAE-യിൽ സ്വർണ്ണവില റെക്കോർഡ് നിരക്കിൽ ഗ്രാമിന് ഏകദേശം 5 ദിർഹം വരെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നത്. എമിറേറ്റിലെ പ്രധാന റോഡിൽ പരമാവധി വേഗപരിധി 100 കിലോമീറ്ററിൽ നിന്ന് 80 കിലോമീറ്ററായി കുറച്ചു. സൗദി അറേബ്യയിലെ ബാങ്കിംഗ് പേയ്മെന്റ് സേവനങ്ങളുടെ ഫീസുകൾ വെട്ടിക്കുറച്ച് സൗദി സെൻട്രൽ ബാങ്ക്. കുവൈറ്റിൽ നിയമവിരുദ്ധമായി വേട്ടയാടപ്പെട്ട 17 കടൽ കാക്കകളെ പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി മോചിപ്പിച്ചു. കുവൈറ്റിൽ മരുന്ന്, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയ്ക്ക് പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തി. കുവൈറ്റിലെ പ്രവാസികളുടെ താമസവും വിസയുമായി ബന്ധപ്പെട്ട പുതിയ എക്സിക്യൂട്ടീവ് നിയമാവലി പ്രാബല്യത്തിൽ. വിസ ഫീസുകൾ, സന്ദർശക വിസകൾ, ഗാർഹിക തൊഴിലാളികൾ, നവജാത ശിശുക്കളുടെ രജിസ്ട്രേഷൻ എന്നിവയിൽ നിർണായകമായ മാറ്റങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കിയിരിക്കുന്നത്. വർഷം മുഴുവൻ റിയാദ് മെട്രോയിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സീസൺ ടിക്കറ്റുകളുടെ നിരക്കുകൾ പ്രഖ്യാപിച്ചു. സ്റ്റാൻഡേർഡ് ക്ലാസ്സിലുള്ള സീസൺ ടിക്കറ്റിന് 1260 റിയാലും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് 3150 റിയാലുമാണ് നിരക്ക്. വിജയുടെ മകൻ ജേസൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിഗ്മയുടെ ടീസർ പുറത്ത്. സുന്ദീപ് കിഷനാണ് ചിത്രത്തിലെ നായകൻ. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ തെലുങ്ക് നടൻ ശിവാജി താൻ ആരെയും അവഹേളിക്കാനോ അപമാനിക്കാനോ ഉദ്ദേശിച്ചിരുന്നില്ല. സ്ത്രീകൾ അവരുടെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാമെന്ന് പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തതെന്നും നടൻ. ഷെയ്ൻ നിഗം പോലീസ് യൂണിഫോമിൽ വീണ്ടും എത്തുന്ന ദൃഢം സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. കൊറോണ പേപ്പേഴ്സിനും വേലയ്ക്കും ശേഷം വീണ്ടും ശക്തമായ ഒരു പോലീസ് കഥാപാത്രമായാണ് ഷെയ്ൻ എത്തുന്നത്. തരംഗമായി വിജയ് യേശുദാസ് ആലപിച്ച ഏറ്റവും പുതിയ ക്രിസ്മസ് ആൽബം ഈ രാത്രിയിൽ റിലീസായി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിരവധി പേരാണ് ആൽബം കണ്ടിരിക്കുന്നത്. ശ്രദ്ധേയമായ നടൻ ഫഹദ് ഫാസിലിനെ കുറിച്ച് തമിഴ് സംവിധായകനും നടനുമായ R പാർത്ഥിബൻ എഴുതിയ കുറിപ്പ്. ഫഹദിന്റെ അഭിനയത്തെ അടപ്രഥമൻ എന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിശേഷിപ്പിച്ചത്. തെന്നിന്ത്യൻ ആക്ഷൻ വിസ്മയം അരുൺ വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം രട്ടാതല തിയേറ്ററുകളിൽ. നടൻ മാധവന്റെ ശബ്ദവും രൂപവും ഉപയോഗിച്ച് AI വീഡിയോ ചിത്രീകരിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഡൽഹി കോടതി. ഡോൺ 3-ൽ നിന്ന് രൺവീർ സിംഗ് പിന്മാറിയതായ റിപ്പോർട്ടുകൾ. ദുരന്തർ ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിത പിന്മാറ്റം. വിജയുടെ അവസാന ചിത്രം ജനനായകന്റെ നോർത്ത് ഇന്ത്യൻ റൈറ്റ് സ്വന്തമാക്കി സി സ്റ്റുഡിയോസ്. ജനനേത എന്ന പേരിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുന്നത്. തുടർച്ചയായ 3 ഹിറ്റുകൾക്ക് ശേഷം പുരാണ ഇതിഹാസവുമായി അല്ലു അർജുനും സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസും വീണ്ടും ഒന്നിക്കുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിലായിരിക്കും ചിത്രം വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അല്ലു അർജുനും ത്രിവിക്രമും ഒന്നിക്കുന്ന 4ാം ചിത്രമാണിത്. 2027 ഫെബ്രുവരിയിലാകും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക. തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ ഗ്യാങ്സ്റ്റർ ചിത്രത്തിൽ മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തുന്നു. മെഗാ 158 എന്ന് പ്രൊഡക്ഷൻ ടൈറ്റിൽ നൽകിയിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് ഇതിഹാസ താരങ്ങൾ ബിഗ് സ്ക്രീനിൽ ഒന്നിക്കുന്നത്.